ഇത്തവണത്തെ ദ്രോണാചാര്യ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായ കോഴിക്കോട് സ്വദേശിയായ മുരളീധരൻ സാറാണ് നമ്മുടെ കൂടെയുള്ളത്. സാർ, ആദ്യമായി അഭിനന്ദനങ്ങൾ. അപ്പോ എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു അവാർഡ് തേടിയെത്തിയപ്പോ? ഇതൊരു ദേശീയ പുരസ്കാരമാണ്. ദേശീയ പുരസ്കാരം എന്നുള്ളതിൽ ആലോചിക്കുമ്പോൾ തീർച്ചയായും വളരെ അധികം സന്തോഷം തോന്നുന്ന നിമിഷങ്ങളാണ് എന്നെ സംബന്ധിച്ചോളം കടന്നു പോകുന്നത്. ഇത് ദേശീയ തലത്തിൽ ആകെ രണ്ടുപേർക്കാണ് ഇപ്രാവശ്യം ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ദ്രോണാചാര്യ ലഭിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു കേൾക്കുന്നത്. ഒന്ന് ബാഡ്മിന്റണിൽ എനിക്കും, മറ്റൊന്ന് ഫുട്ബോളിൽ മറ്റൊരാളിനുമാണ്. അപ്പോൾ തീർച്ചയായും അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്. ദേശീയതലത്തിൽ ഞാൻ അംഗീകരിക്കപ്പെട്ടു എന്ന് കേൾക്കുന്നതിൽ എനിക്ക് തീർച്ചയായും വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ടീമിന്, അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയിലൊരു പ്രശസ്ത ബാഡ്മിന്റൺ പരിശീലകനാണ്, പ്ലെയർ ആയിരുന്നു, പിന്നെ പരിശീലകനായി മാറി. അപ്പൊ അങ്ങനെ ഒരു ബാഡ്മിന്റൺ താരം അല്ലെങ്കിൽ പരിശീലകൻ, ആ ഒരു രണ്ട് രീതികൾ എങ്ങനെയൊക്കെയാണ് സാറിന്റെ? കളിക്കാരനായിട്ടും എന്റെ അനുഭവം മോശമല്ല. അതിനുശേഷം പരിശീലകൻ എന്ന നിലയിൽ ഞാൻ ഇന്ത്യൻ ടീമിലെ മികച്ച കളിക്കാരെ എല്ലാവരെയും ഞാൻ പരിശീലിപ്പിച്ചിട്ടുണ്ട്. പ്രകാശ് പതുക്കോൺ തൊട്ട് ഈ സമീപകാലത്ത് വരെ ഈ കളങ്ങളിൽ നിറഞ്ഞു നിന്ന പല കളിക്കാരെയും പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ അസൈൻമെന്റ് അനുസരിച്ച് ഞാൻ 19 രാജ്യങ്ങളിൽ ഒളിമ്പിക് സോൾഡാറ്റി കോഴ്സ് കണ്ടക്ട് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളിൽ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുഭവം വളരെ വലുതാണ്. പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. ഒരു കളിക്കാരൻ എന്നുള്ള നിലയിൽ എന്തൊക്കെയായിരുന്നു അച്ചീവ്മെന്റ്സ്? കളിക്കാരൻ എന്ന നിലയിൽ ഞാൻ ഓൾ ഇന്ത്യ സിവിൽ സർവീസസ് ചാമ്പ്യനായിരുന്നു, ഓൾ ഇന്ത്യ ഓഡിറ്റ് ചാമ്പ്യനായിരുന്നു. അതുപോലെ ഇന്ത്യൻ ടീമിനെ, ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ വളരെ വലിയ അനുഭവങ്ങളായിട്ട് ഞാൻ കരുതുന്നു. പരിശീലകൻ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണത്തെ ഒളിമ്പിക്സിൽ റിയോ ഡി ജനീറോയിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിൽ PV സിന്ധു സിൽവർ മെഡൽ നേടിയ ഒളിമ്പിക്സിൽ അതിൽ ഇന്ത്യൻ ടീമിന്റെ മാനേജരായി പോകാനുള്ള അവസരം എനിക്ക് ലഭിച്ചിരുന്നു. ഇപ്പം മറ്റനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പം ഒരുപാടൊരു പരിശീലകന്റെ ഒരു വേഷം അണിയുമ്പോൾ നമുക്ക് മുന്നിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവും. ടീമിനെ കോച്ച് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന പെട്ടെന്നൊരു അനുഭവം ഏതായിരിക്കും? അത് തീർച്ചയായും ഈ PV സിന്ധുവിന്റെ സിൽവർ മെഡലിസ്റ്റ് എന്നുള്ള നിലയ്ക്കുള്ള കിട്ടിയ സ്ഥാനം തീർച്ചയായും എപ്പോഴും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒന്നായിരിക്കും. അതുപോലെ പ്രകാശ് പതുക്കോണിന്റെ അവിസ്മരണീയമായ പെർഫോമൻസ്, അതൊക്കെ കുറെ മത്സരങ്ങളിൽ അദ്ദേഹം സെമിഫൈനലിൽ ലോക ചാമ്പ്യൻഷിപ്പിൽ കാനഡയിലെ കാൽഗറിയിൽ 1984 സെമിഫൈനലിലെത്തി. അന്ന് ഞാൻ കോച്ചായിട്ട് ഇന്ത്യൻ ടീമിനെ അനുഗമിച്ചിരുന്നു. അതൊക്കെ പ്രത്യേക അനുഭവങ്ങളാണ്, സെമിഫൈനലിൽ ഒരു ഇന്ത്യൻ താരം കളിക്കുന്നത്. അതുപോലെ ഹി വാസ് ദി ഫസ്റ്റ് ഓൾ ഇംഗ്ലണ്ട് ചാമ്പ്യൻ. ഓൾ ഇംഗ്ലണ്ട് ചാമ്പ്യൻ എന്ന് പറഞ്ഞാൽ ലോക 1ാം നമ്പർ കളിക്കാരൻ എന്ന് പറയാം. അത് 1980. അതിനുശേഷം 2001 ഗോപിചന്ദ് ഓൾ ഇംഗ്ലണ്ട് ചാമ്പ്യനായ വർഷം ഞാൻ ഇന്ത്യൻ ടീം മാനേജരായിരുന്നു. അതും ഒരു പ്രത്യേക അനുഭവമാണ്. അപ്പൊ നമ്മൾ കയറി വരുന്നപ്പോ ഒരുപാട് ഫോട്ടോസ് കണ്ടു, ഒരുപാട് ഈ പറഞ്ഞതുപോലെ ഒരുപാട് മെഡലുകൾ കണ്ടു. അപ്പൊ നമുക്ക് വലിയൊരു അഭിമാനമായിരിക്കും പറയുമ്പോൾ തന്നെ പഴയ കാര്യങ്ങൾ എന്തൊക്കെയാണ്. തീർച്ചയായും ആ മെമന്റോയിലൊക്കെ നോക്കുമ്പോ പഴയ അനുഭവങ്ങൾ പലതും എന്റെ മനസ്സിൽ വരികയാണ്. ഇനിയും കാണാനുണ്ട്, തീർച്ചയായും കാണും. എന്തൊക്കെയായിരിക്കും അത്? ഏതിനൊക്കെയാണ്? ഏതൊക്കെ വർഷങ്ങളിലാണ്? പിന്നെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്? ഞാൻ 1971 മുതൽ ടീച്ചിങ് സ്റ്റാഫിൽ പട്യാല നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിൽ ജോലി ചെയ്തു. അതിനുശേഷം ഇന്ത്യൻ ടീമിനായിട്ട് ബന്ധപ്പെട്ട് കോച്ചിങ് ക്യാമ്പുകളും മറ്റും പല പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. അതൊക്കെ നല്ല അനുഭവങ്ങളാണ്. തീർച്ചയായും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ ജോർജ് തോമസ് എന്നൊരു പ്രഗത്ഭനായ കളിക്കാരൻ ഉയർന്നു വന്നു. അയാൾ നാഷണൽ ചാമ്പ്യനായി, അർജുന അവാർഡിയായി. ഇങ്ങനെ പല കളിക്കാരും ഇവിടുന്ന് തന്നെ പിന്നെ വളരെ പ്രശസ്തിയിലേക്ക് ഉയർന്ന കളിക്കാരുണ്ട്. എന്തായിരിക്കും ഈ ബാഡ്മിന്റൺ എന്ന് പറഞ്ഞൊരു ഇതിലേക്ക് വരാനുള്ള കാരണം? ബാഡ്മിന്റൺ എന്റെ ചെറുപ്പകാലത്ത് ഞാൻ ജനിച്ചു വളർന്നത് തിരുവനന്തപുരത്ത് ശംഖുമുഖത്താണ്. അവിടെ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടായിരുന്നു. അവിടെ ആ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ അവസരങ്ങൾ മുതലെടുത്തുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ബാഡ്മിന്റൺ രംഗത്ത് വന്നതും അവിടെ നിന്നാണ് എനിക്കൊരു ചാമ്പ്യൻ പദവി ലഭിക്കാനും കാരണമായത്. അതാണ് എന്റെ
തുടക്കം. ഏത് വർഷമായിരുന്നു? 1960 ഞാൻ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്തു, ജൂനിയർ സ്റ്റേറ്റ് ചാമ്പ്യനായി. കൂടാതെ ജൂനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ വിഭാഗത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ചു ആദ്യമായിട്ട്. എത്ര വർഷം കളിക്കാരനായിട്ട് ഉണ്ടായിരുന്നു? പിന്നെ എത്ര വർഷം? 59 തൊട്ട് 71 വരെ ഞാൻ കളിക്കാരനായിരുന്നു. അതിനുശേഷം പരിശീലകന്റെ കുപ്പായം അണിഞ്ഞു. പിന്നെ ടെക്നിക്കൽ ഒഫീഷ്യലായിട്ട് ഇപ്പൊ ഞാൻ ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ കൂടാണ്. അതുപോലെ ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് കൂടാണ്. ഐ എം ദി സീനിയർ മോസ്റ്റ് ഓഫീസ് വെയർ ഓഫ് ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എല്ലായിടത്തും ഉണ്ട്. നമുക്ക് ഈ ബാഡ്മിന്റൺ എന്ന് പറഞ്ഞൊരു ഗെയിം തെരഞ്ഞെടുക്കുന്ന സമയത്ത്, ഒരു കായിക ഇനം തെരഞ്ഞെടുക്കുന്ന സമയത്ത് അതിനെന്തെങ്കിലും അതിനോട് പ്രത്യേക ഒരു ഇഷ്ടമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം? ആ ഇഷ്ടം ഉണ്ടാകാൻ കാരണം നിങ്ങൾ മറ്റ് ഏത് ഗെയിമുമായിട്ട് കമ്പയർ ചെയ്താലും ബാഡ്മിന്റന് അതിന്റേതായ പ്രത്യേകതയുണ്ട്. ഒന്ന്, ഇറ്റ്സ് എ വെരി സ്ട്രെനുവസ് ഗെയിം. പിന്നെ മറ്റ് ആരുടെയും ഒത്താശ കൂടാതെ നിങ്ങൾ നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾ ടീമിൽ വന്നു ചേരാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. ആരുടെയും ദാക്ഷിണ്യത്തിന് കാത്തു നിൽക്കണ്ട. അതേസമയം ഫുട്ബോൾ ഒരു ടീം ഇവന്റിലാണെങ്കിൽ മറ്റുള്ളവരുടെ ഇത് വേണം, ദയ വേണം. പക്ഷെ ഇവിടെ അത് ആവശ്യമില്ല. സ്വന്തം പ്രയത്നം കൊണ്ട് കളിച്ചു വരാമെങ്കിൽ അവസരങ്ങൾ ലഭിക്കാമെന്നുള്ള ഏറ്റവും മെച്ചപ്പെട്ട ഒന്ന്. പിന്നൊന്ന്, ഇപ്പോ ഓഫ് ലേറ്റ് പറയുകയാണെങ്കിൽ ലോട്ട് ഓഫ് മണി ഈസ് പോർഡ് ഇൻ ടു ദി ഗെയിം. ഇറ്റ്സ് എ വെരി റിച്ച് ഗെയിം. ആ രീതിയിൽ ബാഡ്മിന്റൺ മാറിക്കഴിഞ്ഞു. ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രഗത്ഭയായ കളിക്കാരി PV സിന്ധുവിന്റെ ഒരു ദിവസത്തെ വരുമാനം 1 കോടി രൂപയാണ്. ആ ലെവലിലേക്ക് ബാഡ്മിന്റൺ വളർന്നു കഴിഞ്ഞു. അപ്പൊ ഇനിയും ബാഡ്മിന്റന്റെ ഒരുപാട് പാഠങ്ങൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കട്ടെ. അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി ഈ കിട്ടിയ അംഗീകാരം അതിനൊക്കെ എനിക്ക് പ്രചോദനം കിട്ടും എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. താങ്ക് യു. ഒരിക്കൽ കൂടി മീഡിയ വണ്ണിന്റെ അഭിനന്ദനങ്ങൾ നേരുകയാണ്. ക്യാമറമാൻ അനുരൂപ് ചീക്കോടിനൊപ്പം ദൃശ്യ പുതിയട, മീഡിയ വൺ, കോഴിക്കോട്.